കെഡലൈവ് സോഫ്റ്റ്വെയർ തുറക്കുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ കെഡലൈവ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തു. 24.05 ആണ് ഞാൻ ഓപ്പൺ ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ഉബുണ്ടുവിൻ്റെ കൂടെ ഡീഫോൾട്ടായിട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ ഞാനത് തുറന്ന സമയത്ത് ഇപ്പോൾ ചില സിസ്റ്റങ്ങൾ ഇതുപോലെ കൃത്യമായിട്ട് ഓപ്പൺ ചെയ്യാതെ ഫുൾ സ്ക്രീനായിട്ട് നിൽക്കാനുള്ള ഓപ്ഷൻ കാണുന്നില്ല അല്ലേ. അപ്പോൾ എന്ത് ചെയ്യാം? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഈ വ്യൂവിൽ പോയിട്ട് ഡോക്ക് ഏരിയ ഓറിയൻറ്റേഷൻ എന്നതിൽ അറേഞ്ച് ഡോക്ക് ഏരിയ കോളംസ് എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി ഇപ്പോൾ ഇത് വന്നിട്ടുണ്ടായിരിക്കും. ഇനി മാക്സിമൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, മിനിമൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാലോ, നേരെ താഴെ ഡോക്കിൽ വന്ന് കൊടുക്കും. ക്ലിക്ക് ചെയ്താൽ നേരെ മുകളിലേക്ക് വരും. ഓക്കെ, അപ്പോൾ ഇത് വന്നില്ല എങ്കിൽ 1-2 പ്രാവശ്യം ഇപ്പോൾ വ്യൂവിൽ പോയിട്ട് ഡോക്ക് ഏരിയ ഓറിയൻറ്റേഷനിൽ അറേഞ്ച് ഡോക്ക് ഏരിയ കോളംസ് എന്നത് ഉപയോഗിച്ചാൽ മതിയായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളുടെ ഈ വിൻഡോയിലെ സെറ്റിങ്സുകളെല്ലാം മാറിയിട്ടുണ്ട്. ഈ ജാലകളൊന്നും കൃത്യമായിട്ട് വരുന്നില്ല. ചിലപ്പോൾ ഇങ്ങനെ ചില ജാലങ്ങളൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ ഓപ്പൺ ആയി കിടക്കുന്നുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ ചെയ്യേണ്ടത്, നിങ്ങൾ കെഡലൈവ് ക്ലോസ് ചെയ്യുക. എന്തെങ്കിലും പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് സേവ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. അത് സേവ് ചെയ്ത ശേഷം ആ കെഡലൈവ് ആപ്ലിക്കേഷൻ തന്നെ നിങ്ങളൊന്ന് ക്ലോസ് ചെയ്യുക. ശേഷം ഹോമിൽ പോയിട്ട് റീസെറ്റ് സെറ്റിങ്സ്, ഹോമിലെ റീസെറ്റ് സെറ്റിങ്സിനകത്തുള്ള കെഡലൈവ് റീസെറ്റ് എന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കെഡലൈവ് റീസെറ്റ് ആവും. ഓക്കെ, ദെൻ അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഒന്നുകൂടി കെഡലൈവ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. കെഡലൈവ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്ത സമയത്ത് ജസ്റ്റ് ഓപ്പൺ ആയി വരട്ടെ. യെസ്, ഓപ്പൺ ആയി വന്നു. ഇപ്പോഴും എൻ്റെ ആ ഫുൾ സ്ക്രീൻ മെനു വന്നിട്ടില്ല. കാരണം അത് ചില സിസ്റ്റങ്ങളിൽ ഇത് ഓപ്പൺ ആയ ഉടനെ തന്നെ നമുക്ക് ക്ലിക്ക് ചെയ്ത് നീക്കി വയ്ക്കാൻ സാധിക്കില്ല. ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യാം. കാരണം ആ സിസ്റ്റത്തിലെ സ്പേസ് കുറവായതുകൊണ്ടും ഒക്കെ ആയിരിക്കാം. ഓക്കെ, കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അതൊന്ന് ശരിയായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഇപ്പോഴും ആ ഫുൾ സ്ക്രീൻ കാണുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യും? ഇപ്പോൾ വ്യൂവിൽ പോയിട്ട് ഡോക്ക് ഏരിയ ഓറിയൻറ്റേഷൻ അറേഞ്ച് ഡോക്ക് ഏരിയ കോളംസ് കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് ഫുൾ സ്ക്രീനായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫുൾ സ്ക്രീൻ ആക്കി. ഇനിയുള്ള അടുത്ത പ്രശ്നം എന്താ വെച്ചാൽ, ചിലർ പറയുന്നു താഴെയുള്ള ട്രാക്ക് കൃത്യമായി കാണുന്നില്ല എന്ന്. ഇപ്പോൾ ട്രാക്ക് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഇവിടെ ആണ് നമ്മുടെ V2 V1 ട്രാക്ക് ഉള്ളത്. ഡീഫോൾട്ടായിട്ട് 2 വീഡിയോ ട്രാക്കും 2 ഓഡിയോ ട്രാക്കും ഉണ്ട്. ഇപ്പോൾ ഓഡിയോ ട്രാക്ക് കാണുന്നില്ല അല്ലേ. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇവിടെയുള്ള ഈ സ്ലൈഡർ ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് കാണാം. അതല്ലെങ്കിൽ ഇവിടെയുള്ള ഈ ബട്ടൺ ഉണ്ടോ, ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത്, മിനിമൈസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ട്രാക്കുകളുടെ വീതി കുറയ്ക്കാം. ഓക്കെ, അങ്ങനെ നമുക്ക് കാണാം. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം നമുക്ക് കാണാം. ഈ ഒരു സ്ക്രീനിൽ താഴെ ഈ ഡോക്സ് എല്ലാം ഓണായി കിടക്കുകയാണ്. ഇത് എപ്പോഴും വന്ന് നിൽക്കുന്നത് കൊണ്ട് താഴെയുള്ള ഏരിയ, നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഏരിയ നമുക്ക് നഷ്ടപ്പെട്ടു അല്ലേ. അപ്പോൾ അതൊന്ന് സെറ്റിങ്സിൽ പോയി മാറ്റിയാൽ മതി. അതെങ്ങനെയാ നോക്കാം. ഇപ്പം ഞാനിതാ സെറ്റിങ്സിൽ പോകുന്നു. ലാപ്ടോപ്പിൻ്റെ സെറ്റിങ്സിലാണ് പോകേണ്ടത്. അതിൽ ഉബുണ്ടുവിൻ്റെ സെറ്റിങ്സിൽ പോകുന്നു. ഇവിടെ സെറ്റിങ്സ് എടുക്കാം. സെറ്റിങ്സ് എടുത്ത ശേഷം ഇവിടെ ഇതിനകത്ത് പല ഓപ്ഷൻസ് ഉണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ ഇതിനകത്ത് അപ്പിയറൻസ് എന്ന ഓപ്ഷൻ എടുക്കാം. ഈ അപ്പിയറൻസ് ഓപ്ഷനിൽ ഇവിടെ ഡോക്ക് എന്ന് കാണാം. ഡോക്കിലെ ഓട്ടോ ഹൈഡ് ദ ഡോക്ക് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഓപ്ഷൻ ഒന്ന് നമ്മൾ ഓണാക്കി വയ്ക്കാം. ഓക്കെ, ഓണാക്കി വെച്ചപ്പോൾ കണ്ടോ, താഴെ തന്നെയുള്ള ഡോക്ക് ഇപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഹൈഡ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സെറ്റിങ്സ് കൊണ്ട് ക്ലോസ് ചെയ്യാം. ഇനി ഡോക്ക് വേണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, മൗസ് ജസ്റ്റ് അവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഡോക്ക് വരും. മൗസ് അവിടെ നിന്ന് മാറ്റി കഴിഞ്ഞാൽ ഡോക്ക് താഴെ പോയിക്കോളും. കണ്ടോ, ഇപ്പോൾ താഴെ നമുക്ക് അത്യാവശ്യം സ്പേസ് കിട്ടും ചെയ്തു. നമുക്കിങ്ങനെ ട്രാക്കൊക്കെ വേണമെങ്കിൽ താഴേക്ക് കണ്ടോ, ഇങ്ങനെ വിശാലമായ ഒരു ഡെസ്ക്ടോപ്പ് സ്പേസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ മുകൾ ഭാഗത്ത് ഈ ഭാഗം കൂടി കിട്ടണം, ഫുള്ളായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടെ വ്യൂവിൽ പോയിട്ട് ഫുൾ സ്ക്രീൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഫുൾ സ്ക്രീനായിട്ട് നമ്മുടെ കെഡലൈവ് ആപ്ലിക്കേഷൻ നിൽക്കും. അപ്പോൾ ഫുൾ സ്ക്രീൻ ഒഴിവാക്കണമെങ്കിൽ വ്യൂവിലെ ഫുൾ സ്ക്രീൻ മോഡ് എന്നുള്ളത് വീണ്ടും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫുൾ സ്ക്രീൻ ഓപ്ഷൻ പോയി കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് കെഡലൈവിലെ ചില ബേസിക് സെറ്റിങ്സിലാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ.